വെൽക്കം ബാക്ക് ടു റെജീസ് വൈബ്സ്. ഞങ്ങൾ ഇന്ന് പോകുന്നത് ബാർബിക്യൂ നേഷനിലേക്കാണ്. അൺലിമിറ്റഡ് വെറൈറ്റി ഓഫ് ഫുഡ് കാണാം. അതിൻ്റെ ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് നമുക്ക് കടക്കാം. കമോൺ. ഇപ്പോൾ ഞങ്ങളുള്ളത് ബിബിക്യൂ നേഷനിൽ, മലേഷ്യയിലെ ബിബിക്യൂ നേഷൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ ഞങ്ങളിവിടെ വരുന്നതിന് മുന്നേ നമ്മൾ ഇവിടെ സ്ലോട്ട് ബുക്ക് ചെയ്യണം, നമ്മൾ ടൈം. അപ്പോൾ നമ്മൾ ലഞ്ച് ടൈം ബുക്ക് ചെയ്തിട്ടാണ് എത്തിയിട്ടുള്ളത്. ഇനി ഇവിടുത്തെ വിശേഷങ്ങളിലോട്ട് കിടക്കാം. ഇവിടുത്തെ പ്രത്യേകത അൺലിമിറ്റഡ് വെറൈറ്റി ഓഫ് ഫുഡ്. നമ്മൾ 2.5-3 hours നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാമെന്നുള്ളതാണ്. അതിൽ ഗ്രിൽഡ് ഐറ്റംസ് എല്ലാം ഉൾപ്പെടും. ഡെസേർട്ട്സ്, വെജിറ്റേറിയനുള്ള ഇഷ്ടപ്പെട്ട ഫുഡ് എല്ലാം ഉണ്ട്. സലാഡ്സ്, പേസ്ട്രീസ്, കുൽഫീസ്, അതെല്ലാം നമുക്ക് കാണാം. ഇപ്പം ചില സ്ഥലത്ത് ലൈവായിട്ട് ഫുഡ് ഉണ്ടാക്കിയിരിക്കും. നമ്മൾ കാണാം അവർ ചെയ്യുന്നത്. നമുക്ക് ജിലേബിയൊക്കെ ലൈവായിട്ട് ഉണ്ടാക്കി തരും. എല്ലാ സാധനവും ലൈവായിട്ടൊരു സെക്ഷനുണ്ട്. നമ്മൾ സ്റ്റാർട്ടറിലാണ് തുടങ്ങുന്നത്. ഇത് കുറേ തന്തൂരി ഐറ്റംസും അങ്ങനെ കുറേ വെജിറ്റബിൾ തന്തൂരി, ഗ്രിൽഡ് പ്രോൺസും ചിക്കനും, അങ്ങനെ കുറേ. ഈ കാണിക്കുന്നത് ഇവിടുത്തെ ബിവറേജ് സെക്ഷനാണ്. അവിടെ നമ്മൾ നമ്മുടെ ഓർഡർ ചെയ്ത അതിൽ ഈ ബിവറേജ് ഉൾപ്പെടില്ല. പക്ഷെ നമുക്ക് എന്തുകൊണ്ടും കഴിക്കാം. അത് സ്പെഷ്യൽ പേയ്മെൻ്റ് ആണെന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ടറിൽ എനിക്കിപ്പോൾ എഴുതുന്നത് ഒരു പൊട്ടറ്റോ സ്റ്റാർട്ടറാണ്. അത് എനിക്ക് കൊണ്ടുവച്ച് ഭയങ്കര ടേസ്റ്റുള്ള ഒരു ഡിഷായിരുന്നു അത്. പൊട്ടറ്റോ ശരിക്കും ഇത്രയും നോൺ വെജ് ഇരുന്നിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ട്. പൊട്ടറ്റോ കബാബായിരുന്നു. അവരൊഴിക്കുന്ന സോസ് അത്രയ്ക്ക് ടേസ്റ്റുള്ള സോസാണ്. ഇപ്പോൾ നമ്മളെ മുന്നേ ഇരിക്കുന്ന ഫുള്ള് ഗ്രിൽഡ് ആയിട്ടുള്ള സാധനങ്ങളാണ്. അതിൽ അവരിങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടേയിരിക്കും. നമുക്ക് എത്രത്തോളം വേണമെങ്കിലും കഴിക്കാം. അവർ എടുത്തിട്ട് ഫില്ല് ചെയ്തിട്ടേ ഇരിക്കും. അപ്പോൾ അതിലെന്താണ് നമുക്ക് ഇഷ്ടമുള്ള വെറൈറ്റി, ഏതാണ് നമുക്ക് ആവശ്യം, അത് അവർ ഗ്രിൽഡ് കൊണ്ട് തരും. ഇപ്പോൾ പ്രോൺസ് എനിക്കിഷ്ടമാണ്. പിന്നെ അതിൽ ചിക്കനുണ്ട്, പ്രോൺസ് ഉണ്ട്, മട്ടനുണ്ട്. അപ്പോൾ നമുക്ക് സ്പെഷ്യൽ ഒരു സോസും ഓയിലും ഇത് ചെയ്ത് കഴിഞ്ഞാൽ അത് അടിയിൽ ഇതുണ്ട്, ഫയറുള്ളതുകൊണ്ട് അതിങ്ങനെ വെന്തുകൊണ്ടേയിരിക്കും, ഗ്രിൽഡായിക്കൊണ്ടേയിരിക്കും. അതാണ് അവർ സ്പെഷ്യൽ കുറേ സോസ് വെച്ചിട്ടുണ്ട്. അത് എന്തൊക്കെ സോസാണെന്ന് അറിയില്ല, പക്ഷെ അതൊക്കെ ഭയങ്കര ഇതിൽ മിക്സ് ചെയ്യുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അങ്ങനെ ഞാനൊരു ഞാനൊരു മത്സരത്തിന് ഞാനങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എനിക്കിതൊക്കെ കഴിക്കണം എന്നുണ്ട്, എല്ലാം ടേസ്റ്റ് ചെയ്യണമെന്നുണ്ട്. എനിക്ക് എത്രത്തോളം എല്ലാം ഒന്ന് കുഞ്ഞായിട്ടങ്ങൾ ടേസ്റ്റ് ചെയ്ത് കഴിയുമെന്ന് പറയില്ല. നമ്മൾ സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. വാവേര സെക്ഷനാണ് ഇത്. എഴുന്നേറ്റ് വീഡിയോ പിടിക്കുന്നുണ്ട്. അങ്ങനെ ഞാൻ ലല്ലപ്പനും ചെയ്ത് കണ്ട ഇത് പ്രോൺസ് ഇങ്ങനെ ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് പ്രോൺസ് എടുക്കുകയാണ്. അപ്പോൾ നമ്മൾ സ്റ്റാർട്ടറിൻ്റെ അവിടെ നമ്മൾ വീഡിയോയുടെ പരിമിതിയാണ്. നമ്മളതവിടെ നിർത്തി. ഇനി നമ്മൾ വന്നേക്കുന്നത് മെയിൻ കോഴ്സ് ഫുഡിലോട്ടാണ്. മെയിൻ കോഴ്സ് മീൽസിൽ ബിരിയാണി സെക്ഷൻ. ഫസ്റ്റിൽ ഞാൻ ഓപ്പൺ ചെയ്തത് മട്ടൻ ബിരിയാണി, ഇത് ചിക്കൻ ദം ബിരിയാണി. ഇതെല്ലാം ഓരോരോ സെക്ഷൻ. ഇതെല്ലാം നോൺ വെജ് സെക്ഷനാണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് അപ്പുറത്ത് എന്തൊക്കെ ഉണ്ടത്. ഫിഷിൻ്റെയും ഡിഷുണ്ട്. തന്തൂരിയിൽ ഫിഷുണ്ട്. അല്ലാതെ ഫിഷിൽ ഒരുപാട് വെറൈറ്റി ഓഫ് ഫിഷസ് ഉണ്ട്. ഇതെല്ലാം ചിക്കൻ വലിയ ഡിഷ് തന്നെയാണ്. കറികളാണ് ഇതെല്ലാം. നമുക്ക് നാൻ്റെ റൊട്ടിയുടെ കൂടെ ഒക്കെ അത് ഇഷ്ടമുള്ളവർക്കെല്ലാം ഓർഡർ ചെയ്തിട്ട് ഈ കറികൾ നമുക്ക് എന്തുകൂടെ എടുക്കാം. പക്ഷേ എന്നാലും അതിനോടാണ് കുറച്ച് ടേസ്റ്റ്. ചപ്പാത്തിയോ നാണോ ബട്ടർ നാനോ എന്തുവേണമെങ്കിലും. ഇത് ഞാൻ കണ്ടപ്പോൾ ഈ ഹണി ചിക്കൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ചിലപ്പം മലയാളി റെസ്റ്റോറൻറ്റിലൊക്കെ പോകുമ്പോൾ ഈ ഹണി ചിക്കനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഇത് കണ്ടപ്പോൾ ടേസ്റ്റ് എന്ന് തോന്നി. തൊട്ടടുത്ത് ബട്ടർ ചിക്കൻ അത് കണ്ടപ്പോൾ ഒത്തിരി അതും കൂടി എടുക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ എടുക്കുകയാണ്. ഇത് നമ്മൾ എന്തെടുത്താലും നമ്മളവിടെ കൊണ്ടുപോയി ഒരു പീസ് ടേസ്റ്റ് ചെയ്തിട്ട് നമ്മളവിടെ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴത്തന്നെ അവിടുത്തെ സ്റ്റാഫ് വന്നിട്ട് ആ പ്ലേറ്റ് എടുത്തിട്ട് നമുക്ക് ഇനഫായാന്ന് വയ്ക്കും. അപ്പോഴേ ക്ലീൻ ആക്കാം നമ്മളെ ടേബിൾ. നമുക്കെന്ന് വെച്ചാൽ
ഒത്തിരി വേണമെങ്കിൽ പ്ലേറ്റിൽ ഒത്തിരി എടുത്തിട്ട് കൊണ്ട് ടേസ്റ്റ് ചെയ്തവിടെ വയ്ക്കാം. അവരിത് എടുത്തിട്ട് അപ്പോഴേ നമുക്ക് ടേബിൾ ക്ലീൻ ആക്കി തരും. അങ്ങനെ ഞാൻ എല്ലാം കുറേശ്ശെ നോക്കിയത്. ഇതൊക്കെ വേറെ വെജിറ്റബിൾ നോൺ വെജും ഒക്കെ തന്നെയാണ്. പക്ഷെ ഇത് ഫിഷാണ്, ഞാൻ എടുത്തിട്ടില്ല. ഫിഷിൻ്റെ എന്തോ ആണ്, അതോ വെജിറ്റബിളാണ്. നൂഡിൽസിൻ്റെ എന്താണ് അതിൻ്റെ പേരൊക്കെ ഉണ്ടായിരുന്നു. അടിയിൽ എല്ലാത്തിൻ്റെ നമുക്ക് നോക്കാം. നമുക്കതിന് എന്തൊക്കെ ഫ്ലേവറാണെന്നൊക്കെ നമുക്ക് ചോദിക്കാം. അവരെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തരും. പപ്പടം. അപ്പോൾ ഏത് സൂപ്പ് ഏതാണ്ട് വലിയ ഇതിലുള്ള സൂപ്പാണ്. വെജിറ്റബിൾ സൂപ്പ്, നോൺ വെജ് സൂപ്പ്. അപ്പോൾ ചിക്കൻ സൂപ്പാണ്, അതായത് ചിക്കൻ സൂപ്പാണ്. അപ്പം സൂപ്പ് നല്ല അടിപൊളി സൂപ്പായിരുന്നു. എല്ലാം അടിപൊളിയാണ് എന്നാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാനിതെല്ലാം നോക്കിയിട്ട് നമ്മളുടെ ഇഷ്ടവിഭവമായ റൈസ് സെക്ഷനിലോട്ട് പോവുകയാണ്. നമുക്ക് എന്തൊക്കെയായാലും അത് ഒഴിവാക്കാക്കില്ലല്ലോ. അപ്പോൾ ബിരിയാണി, ഇച്ചിരി പോലെ ബിരിയാണി എടുക്കാമെന്ന് വിചാരിച്ച് ചിക്കൻ ബിരിയാണി ടേസ്റ്റ് ചെയ്യാം. എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് എടുക്കാമല്ലോ എന്ന് വെച്ചാൽ ചിക്കൻ ബിരിയാണി എടുത്തു. ഇത്രയും എടുത്തതൊന്നും ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. എടുക്കുകയെന്ന് ഇത് കണ്ടിട്ട് എന്താ പറയുക, ഒരു ആഗ്രഹം കൊണ്ട്. അപ്പോൾ നമ്മൾ മട്ടൺ സെക്ഷനിലോട്ട് പോവുകയാണ്. മട്ടൺ ബിരിയാണി അത് ഇച്ചിരി എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചെടുക്കുകയാണ്. മോള് അങ്ങോട്ട് എന്തോ എടുക്കാനായിട്ട് അങ്ങോട്ട് പോകുന്നുണ്ട്. അവൾ ആ വെജിറ്റബിൾ സെക്ഷനിലോട്ടാണ് അവളെ കണ്ണുള്ളത്. അങ്ങോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാനിത് കഴിക്കാനുള്ള ഒരു പുറപ്പാടില്ല. അങ്ങനെ ഞങ്ങൾ ടേബിളിൽ കൊണ്ടുവന്നു. ഒരു സെക്ഷനിൽ ഹണി ചിക്കൻ, ബട്ടർ ചിക്കൻ, ചിക്കൻ ബിരിയാണി, മട്ടൺ ബിരിയാണി. അങ്ങനെ ഞാൻ മട്ടൺ എടുത്തിട്ട് ടേസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. വാവയ്ക്കത് പോയി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ കൊള്ളാമെന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു സൂപ്പറാണെന്ന്. ഉള്ള വാവ ചോദിച്ചു സൂപ്പറാണെന്ന് പറഞ്ഞു. അപ്പോഴാണ് ശ്രദ്ധിച്ചത് എൻ്റെ കാതിലൊരു കമ്മലില്ല, അതെവിടെയോ കളഞ്ഞിരുന്നു. ഇത് നമ്മൾ സ്റ്റാർട്ടറിന് മുന്നേ നമ്മൾ ഫസ്റ്റിൽ വന്നപ്പം സലാഡ് സെക്ഷനാണിത്. എല്ലാ സലാഡുകളും ഉണ്ട്. കോൺ സലാഡ്, വെജിറ്റബിൾ സലാഡ്, എഗ് സലാഡ് എല്ലാം ഉണ്ട്. അപ്പോൾ ഞാൻ ആദ്യം വന്നിട്ട് ഞാൻ ഫസ്റ്റ് പ്ലേറ്റ് എടുത്തിട്ട് ഈ സലാഡ്സ് എല്ലാം ഒന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അതാണ് ഞാൻ ആദ്യം എടുത്തത്. എഗ് സലാഡാണ്. എഗ് കുറേ എന്തൊക്കെ ഫ്ലേവർ സോസ് എല്ലാം ഒഴിച്ചിട്ടുള്ളൊരു സലാഡ്. ഇതൊക്കെ സലാഡ് കാണുമ്പോൾ അത് വരി എടുക്കുകയാണ് ഞാൻ. ഇത് ടേസ്റ്റ് ചെയ്തില്ല എന്നുള്ള ചിന്ത വേണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒന്ന് തൊട്ട് അവർ അപ്പോഴേ ഒരു 5 മിനിറ്റ് വന്ന് നോക്കും. അപ്പോഴേ അവരത് എടുത്തിട്ട് പോകും പ്ലേറ്റ്. അപ്പോൾ അതുകൊണ്ട് എല്ലാം ഒത്തിരി എടുത്തിട്ടൊക്കെ കൊണ്ടുപോകാമെന്ന് വിചാരിച്ച്. ബാവയ്ക്കറിയാൻ അത് എടുക്കുന്ന അത്രയും വേസ്റ്റ് ചെയ്യാനൊക്കെ ആയിരിക്കും. ഒന്നും പറഞ്ഞില്ല. ഞാൻ ധൈര്യത്തിൽ എടുത്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. ഇതെല്ലാം കഴിഞ്ഞ് ഇതാണ് എൻ്റെ ഫേവററ്റ് പ്ലേസ്. പേസ്ട്രീസും ചോക്ലേറ്റ്സും ഡെസേർട്ട്സും പായസവും ഒന്നും പറയണ്ട. ഇത് കണ്ടിട്ട് എനിക്ക് ആദ്യം കഴിച്ചതൊന്നും കഴിക്കാൻ തോന്നില്ല. ഞാൻ ഇതിലാണ് ആദ്യം എൻ്റെ കണ്ണ് ഉടക്കിയത്. പിന്നെ നമ്മൾ ആ ഫോർമാലിറ്റീസിന് വേണ്ടിയിട്ട് ആദ്യം എല്ലാം അങ്ങനെ ഒരു ഓർഡറിൽ വരണമല്ലോ. അങ്ങനെയാണ് ഞാൻ അതൊക്കെ കഴിച്ചിട്ട് ഇവിടെ എത്തി. അപ്പോൾ എൻ്റെ മൊത്തം ചിരി കണ്ട മനസ്സിലാവില്ലേ. ഇതേ ഫ്രൂട്ട്സ്, താഴെ ഫ്രൂട്ട്സ് അരിഞ്ഞിട്ടേക്കണ ബൗളിൽ ഫ്രൂട്ട്സ് ഉണ്ട്. കട്ട് ഫ്രൂട്ട്സ് കുറേ എണ്ണം ഉണ്ട്. പിന്നെ ഒരു ഇതെടുത്തിട്ട് ഞാനിങ്ങനെ ചോക്ലേറ്റിൻ്റെയൊക്കെ ഫ്ലേവർ കേക്കും പേസ്ട്രീസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കാണുമ്പോൾ തന്നെ കണ്ണിന് എന്തൊരു സൗണ്ട് ഇതെന്നൊക്കെയാണ്. പല കളർ ഫ്ലേവർ ചെറിയൊക്കെ മുകളിൽ ടോപ്പപ്പ് ചെയ്തിട്ടുള്ള പേസ്ട്രീസ്. ഞാൻ 2 3 ബാബു പറഞ്ഞ് എടുത്തോന്ന് എല്ലാം എടുത്തോന്ന് പറഞ്ഞു. അപ്പം അത് ഞാൻ എല്ലാം എടുത്തിട്ട് വെക്കുകയാണ്. കാരണം എല്ലാം എടുക്കാൻ വയറിൽ പോകാൻ സ്ഥലമില്ല. എങ്കിലും ട്രൈ ചെയ്യാണ് ഞാൻ. പക്ഷെ അതിൽ 2-3 ഭയങ്കര ടേസ്റ്റായിരുന്നു. ഭയങ്കര ടേസ്റ്റ് മീൻസ് അത് നമ്മുടെ നാട്ടിൽ ഞാൻ അങ്ങനെ അത്ര ടേസ്റ്റ് ചെയ്യാത്തത്. ഭയങ്കര ഒരു ക്രീമി ആയിട്ടുള്ള ഇത് കണ്ടോ, ഇതാണ് കുൽഫി. ഇത് കുൽഫി സെക്ഷൻ.
ഇവിടെ നമ്മൾ ഏത് ഫ്ലേവർ, എത്രയും ഫ്ലേവർ ഇപ്പോൾ ആ ഫ്ലേവർ കുൽഫീസ് പറഞ്ഞാൽ അവരെടുത്തിട്ട് ഏത് ആ ബൗളിലിരിക്കുന്ന സോസ് അല്ലേ അതെല്ലാം നല്ല സ്വീറ്റ് സോസാണ്. അതിനടുത്താണ് ഈ സാധനം. നമ്മൾ സാധാരണ ഗുലാബ് ജാമുൻ നമ്മൾ കഴിക്കാറുണ്ട്, പക്ഷേ ഈ ഗുലാബ് ജാമുൻ അൺബിലീവബിൾ ടേസ്റ്റായിരുന്നു. അപ്പോൾ കുൽഫി പറഞ്ഞ് തീർത്തില്ല. കുൽഫിയിൽ ആ ഫ്ലേവർ ഞാൻ പറഞ്ഞു മാംഗോയുടെ പ്യൂരി അത് ഒഴിക്കാൻ പറഞ്ഞു, മാംഗോ. എന്നിട്ട് അതിനകത്ത് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്ത് കുറേ സാധനങ്ങളിട്ട് ഒരു കൊച്ചുങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനമാണ്. ഞാനും അതൊക്കെ വാരി ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അങ്ങനെ ഞാൻ കുൽഫിയും ഇതും കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ, ഗുലാബ് ജാമുൻ കൂടി മിക്സ് ചെയ്ത് കഴിക്കാൻ അങ്ങനെ ട്രൈക്ക് പോയേക്കുന്നത്. അപ്പുറത്ത് കുറേ നേരത്തെ കൊണ്ട് വെച്ചാൽ എല്ലാം ഇരിപ്പുണ്ട്. അങ്ങനെ ട്രൈ ചെയ്യാണ്. ഫസ്റ്റിൽ ഞാൻ എൻ്റെ ഫേവററ്റ് ഗുലാബ് ജാമുൻ ട്രൈ ചെയ്യാണ്. അങ്ങനെ ഞാൻ ട്രൈ ചെയ്തു. ലല്ലപ്പനും കൈ കാണിച്ച് ഇഷ്ടപ്പെട്ടവനും അതേ കുൽഫി എത്തി കുറച്ച് അവനെ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തു, മാംഗോ കുൽഫി. മോള് വേണോ വേണ്ടത് പറഞ്ഞ് ചിരിച്ച് കഴിക്കണം. അവൾ ആ രീതിയാണ്, അവൾ ഇത്തിരി എന്തെങ്കിലും കഴിക്കുള്ളൂ. അപ്പോൾ ഞാനും ലല്ലപ്പനും ട്രൈ ചെയ്തു. ലല്ലപ്പനെ വീണ്ടും ഐസ്ക്രീം പോയി എടുത്തിട്ട് വന്നേക്കാണ്. അപ്പോൾ വന്നതേ മധുരം കഴിക്കാനെന്നുള്ള രീതിയിലാണ് അവൻ്റെ ഇരിപ്പ്. ഞാനും ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു സ്റ്റാഫ് എന്ന് പറഞ്ഞ് നിങ്ങൾ വഫല് ട്രൈ ചെയ്തോന്ന് ചോദിച്ചു. എനിക്ക് വഫൽ ഇവിടെ കണ്ടില്ലല്ലോ, പക്ഷേ ആ വഫൽസ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോഴും വഫൽസ് അപ്പോഴും പോയിട്ട് എനിക്ക് വീണ്ടും കഴിക്കാനൊന്നും വേറെ സ്ഥലമില്ല. എന്നാലും വിചാരിച്ചു വഫൽ വൈനോട്ട് ഞാതായിട്ട് കുറയ്ക്കേണ്ട. അങ്ങനെ വഫൽസും 3 സ്കൂപ്പ് ഐസ്ക്രീമും വന്ന്. വഫൽസ് മീൻസ് നമ്മളെ നാട്ടിലുണ്ടെന്ന് തോന്നണ്. അതൊരുമാതിരി ബ്രെഡ് പോലെ സാധനം, ദോശ പോലെ സാധനം ഇങ്ങനെ എല്ലാം ഇവിടെ എല്ലാ കടകളിലും അങ്ങനെ ഉണ്ടാവാറ്. അവരുണ്ടാക്കി അതിനെ ഫോൾഡ് ചെയ്തിട്ട് അതിനകത്ത് ഇത് വെച്ചിട്ട് എന്തെങ്കിലും സ്വീറ്റ് വെച്ചിട്ട് തരും. അപ്പോൾ ഇത് ആ വഫലും സ്വീറ്റ് വെച്ച വഫലും അതിൻ്റെ കൂടെ 3 സ്കൂപ്പ് ഡിഫറെൻറ്റ് വെറൈറ്റി ഐസ്ക്രീംസും കിട്ടിയിട്ടുണ്ട്. ഞാനും ലല്ലപ്പനും മത്സരിക്കുകയാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് അടുത്ത ടൈം സ്ലോട്ട് ബുക്ക് ചെയ്തവർക്ക് അവർ റെഡിയാക്കി ഇട്ടേക്കുന്ന ടേബിളെല്ലാം സെറ്റാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ ഫുഡിൻ്റെ ടൈം നമ്മൾ കഴിച്ചു കഴിഞ്ഞ് നമുക്ക് ടൈമുണ്ട്. നമുക്ക് 2-2.5 മണിക്കൂറോളം കഴിക്കാൻ ടൈമുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് നേരത്തെ പോകണം, അവർക്ക് 2 പേർക്കും വർക്കുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ലഞ്ച് ബ്രേക്കിനാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. അപ്പം നല്ല ഫുഡായിരുന്നു, എല്ലാം നല്ലതായിരുന്നു. ഡെസേർട്ടും മെയിൻ കോഴ്സ് ഫുഡും സ്റ്റാർട്ടറും ഗ്രിൽഡ് എല്ലാം അടിപൊളിയായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. പ്ലീസ് സപ്പോർട്ട് മീ. ബൈ ബൈ ഫ്രം റെജീസ്. ദേ അടുത്ത അവർക്കുള്ള അരി ഇട്ടിട്ടുണ്ട്, ദേക്ക് തിളച്ചുകൊണ്ടിരിക്കുന്നു. ബൈ ബൈ.